കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് ഹാളിന്റെ ഈ സെക്ഷൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഇവിടെ ഒരു വില്ലേജറിന്റെ കുറവുണ്ട്. അപ്പൊ അത് നമുക്ക് സെറ്റാക്കി എടുക്കണം. അതുപോലെ തന്നെ ഞാൻ കുറച്ചു നേരം എഎഫ്‌കെ നിന്നപ്പോൾ നമുക്കൊരു 20 വില്ലേജറും കൂടി കിട്ടി. ആ ഒരു 20 വില്ലേജർ ഈ ഒരു സെക്ഷനിൽ മൊത്തം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 20 വില്ലേജറിന്റെയും കൂടി കുറവുണ്ട്. ആ ഒരു 20 വില്ലേജർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ, ഈ കളയുടെ സെക്ഷൻ മൊത്തം കംപ്ലീറ്റ് ആവും. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു ഗോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാർമും അതുപോലെ തന്നെ ഒരു ബാംബു ഫാർമും ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും നെതറിൽ പോകേണ്ട ആവശ്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ അപ്പൊ നമ്മൾ ഈ ഒരു ഫാർമിനാണെങ്കിൽ ഒബ്സർവർ ആവശ്യമാണ്. അപ്പൊ ഈ ഒരു ഒബ്സർവർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കോഡ്സിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു കോഡ്സ് കിട്ടണമെങ്കിൽ നമുക്ക് നെതറിൽ പോകണം. ഫൈനലി നമ്മൾ 300 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ട്ടോ. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. അതുപോലെ തന്നെ നമ്മളെ ഗോൾ എന്ന് വെച്ചാൽ 500 സബ്സ്ക്രൈബർ ആണ്. ആ 500 സബ്സ്ക്രൈബറിലേക്ക് ഇനി വെറും 200 സബ്സ്ക്രൈബറും കൂടി മതി നമ്മൾ 500 ആവാൻ വേണ്ടിയിട്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു 30 ലൈക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും 30 ലൈക്ക് നിങ്ങൾ തരാറുണ്ട്. ചില വീഡിയോക്ക് തരാറില്ല. അപ്പോൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇല്ലേ നേരെ നെതറിലേക്ക് പോവാം. നെതറിലേക്ക് പോയിട്ട് ആ കോഡ്സ് എടുത്തിട്ട് വരാം. അങ്ങനെ നെതറിൽ എത്തിയിട്ടുണ്ട്. അവിടെ കോഡ്സ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ താഴെയുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്തായാലും പോയിട്ട് എടുക്കാം. നമ്മളെ കയ്യിലാണെങ്കിൽ ഡയമണ്ട് ആർമറൊക്കെയാണ്. അപ്പോ ഇത് പോയാലും വലിയ സീനൊന്നുമില്ല. എന്നാലും ഇത് സൂക്ഷിക്കണ്ടേ. ഞാനാണെങ്കിലേ കോഡ്സ് കണ്ട ആക്രാന്തത്തിൽ എടുത്ത് ചാടിയതാണ്. നേരെ ലാവേ പോയി. അയ്യോ എന്റെ ഐറ്റംസ്. അങ്ങനെ ഒരു വിധത്തിൽ എൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അയണ് അതുപോലെ തന്നെ കോഡ്സ് ഒന്നും പോയിട്ടില്ല. കോഡ്സും നമുക്ക് കിട്ടി. അതുപോലെ എമറാൾഡും കിട്ടി. എന്തായാലും ഇപ്പം എനിക്ക് തൃപ്തിയായിട്ടുണ്ട്. നമ്മളെ മൊത്തത്തിലുള്ള ഐറ്റംസ് അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാൻ പോയി ലാവേൽ വീണ്. എന്റെ പൊന്നോ എന്നെ കൊണ്ട് വയ്യേ. ഈ പ്രാവശ്യം എനിക്ക് തിരിച്ചു കിട്ടിയത് എമറാൾഡും കോഡ്സും അതുപോലെ വാട്ടർ ബക്കറ്റും പിന്നെ ടോർച്ചും അങ്ങനത്തെ സംഭവമൊക്കെയാണ്. ഡയമണ്ട് ആർമറിന്റെ ഫുൾ സാധനങ്ങൾ അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്. ടൂൾസും പോയി. ആർമർ കണ്ടോ. അയ്യോ എഗെയിൻ ഞാൻ ചത്ത്. അയ്യോ എന്നെ കൊണ്ട് വയ്യ. ഓക്കെ, ഈ ഒരു പ്രാവശ്യമാണെങ്കിൽ നമുക്കിത് ഇത്രയും ഐറ്റംസ് മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. എന്തായാലും നമ്മളെ കോഡ്സിനൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കിട്ടിയ സാധനം എടുത്ത് നേരെ ബേസിലേക്ക് പോവാം. അപ്പം ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ചാവണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ബ്ലോക്കിലേക്ക് എടുത്ത് ചാടാൻ നോക്കുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ തല തട്ടും. അപ്പം നമ്മൾ നേരെ താഴോട്ടേക്ക് പോയി ഒരു ലാവയിലേക്ക്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചാവണേ. എന്തായാലും നമ്മൾ വന്നതല്ലേ, നമുക്ക് ഈ ഒരു മുകളിൽ കാണുന്ന ഈ കുറച്ച് കോഡ്സ് ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ട് തന്നെ പോവാം. അങ്ങനെ ഞാനാണെങ്കിൽ ഒരു വിധത്തിൽ നെതർന്ന് ഈ ഒരു കോഡ്സ് എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് ഈ ഒരു ബ്രോ ആണെങ്കിൽ പറഞ്ഞത് എല്ലാ ആർമറിലും പ്രൊട്ടക്ഷൻ ഉള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ നല്ലതെന്നാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രൊട്ടക്ഷനുള്ള ഒരു ഹെൽമെറ്റും വാങ്ങി. അതുപോലെ തന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റും വാങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി ആർമർ വാങ്ങാൻ എൻ്റെ കയ്യിൽ എമറാൾഡ് ഇല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് അയണൊക്കെ എടുത്തിട്ട് വന്നതാണ്. ഇനി അയൺ ട്രേഡ് ചെയ്തിട്ട് കുറച്ച് എമറാൾഡ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ബാക്ക് ടു ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാർമും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാം. നമുക്ക് ഇനിയും കുറേ അധികം അയൺ ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് പിസ്റ്റണും അതുപോലെ തന്നെ കുറച്ച് ഒബ്സർവറൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഒബ്സർവർ നമുക്ക് 2 മതി. പക്ഷേ പിസ്റ്റൺ ഒരു 4 എണ്ണമെങ്കിലും മിനിമം വേണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഞാനിത് കുറേ കാലം മുമ്പ് ഉണ്ടാക്കിയതാണ്. സാധാരണ എല്ലാവരും നോർമലായിട്ട് ഉണ്ടാക്കണ ആ ഒരു ഓട്ടോമാറ്റിക് ഫാർമില്ല, അതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ മസ്റ്റേഡ് ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നമ്മൾ എന്തായാലും ഒരു ചെറിയ സെർവർ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് വളരെ ചെറുത്, ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെർവറാണ്. അപ്പോൾ അത് തുടങ്ങാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡിസ്കോഡിൽ കയറാൻ വേണ്ടി പറഞ്ഞത്. എന്തായാലും സ്റ്റോൺ ജനറേറ്ററിന്ന് കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫാർമൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു സെക്ഷനിലാണ്. ഇവിടെ ആയിട്ടാണ് നമ്മൾ ആ ഒരു ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാർമും ബാംബു ഫാർമും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഒരു ഐലൻഡ് മൊത്തം ഇങ്ങനെ ഫില്ലായിട്ട് ഇരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഫാർമ് ബിൽഡ് ആക്കണമെങ്കിൽ ഈ ഒരു ഡേർട്ട് മൊത്തം എടുത്ത് മാറ്റണം. എന്തായാലും ഞാനത് ക്ലിയർ ആക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്രോ ആണെങ്കിൽ നമ്മളോട് കുറേ ദിവസമായി പേര് പറയോ എന്ന് ചോദിക്കണേ. അപ്പോൾ അസിബ്രോ ഞാൻ പേര് പറയാൻ വിട്ടുപോയതാണ്, സോറി. നമ്മൾ ഈ ഒരു പണിയൊക്കെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തായാലും ഡയമണ്ടിൻ്റെ ഷവൽ തന്നെ വേണം. എന്തായാലും ഞാൻ കുറച്ചും കൂടി എമറാൾഡ് ട്രേഡ് ചെയ്തിട്ട് ഡയമണ്ടിൻ്റെ ടൂൾസും കൂടി വാങ്ങട്ടെ. ഞാൻ എന്തായാലും താൽക്കാലികമായിട്ട് ഡയമണ്ടിൻ്റെ ഒരു ഷവൽ മാത്രം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാനാണെങ്കിൽ ഇത് ഇവിടെ ഇത്രയും ഏരിയ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടാണ് 2 ഫാർമ്
കെട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാൻ പോയിട്ട് ചെറുതായിട്ടൊരു ട്യൂട്ടോറിയൽ നോക്കട്ടെ. എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ വർഷങ്ങളോളമായി ഇങ്ങനത്തെ ഓട്ടോമാറ്റിക് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് വഴി ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഞാൻ ചെറിയൊരു ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ഇപ്പം വരാം. അല്ലെങ്കിൽ എന്തിനാ വെറുതെ ട്യൂട്ടോറിയൽ നോക്കണേ? എനിക്ക് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്. ഞാൻ ചെയ്തോളാം. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട ഐറ്റംസ് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 12 ഷുഗർ കെയിൻ, അതുപോലെ തന്നെ 8 ബാംബു, പിന്നെ കുറച്ച് ഹോപ്പർ, കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ്, ചെസ്റ്റ്, ഒബ്സർവർ, റെഡ് സ്റ്റോൺ ഡസ്റ്റ്, അങ്ങനെ ആവശ്യമായ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് ബിൽഡ് ചെയ്താൽ മതി. അങ്ങനെ നമ്മളെ ഫാർമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടുന്ന് ഞാൻ അവിടം വരെ നീളത്തിൽ ഒരു 7 ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു കുഴിയും കുഴിച്ചിട്ട് അവിടെ ആയിട്ട് ഒരു ഹോപ്പറും വെച്ചു. അതിൻ്റെ ബാക്കിലായിട്ട് ഡബിൾ ചെസ്റ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് 2 ബ്ലോക്ക് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ ബക്കറ്റ് ഒന്നാമത്തത് ഇവിടെ ഒഴിക്കാം, രണ്ടാമത്തത് ഇവിടെ ആയിട്ടും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ആയിട്ട് പ്ലാങ്ക്സ് വെച്ച് കൊടുക്കണം. കാരണം ഇങ്ങോട്ടേക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് സ്ലാബ് എടുത്തിട്ടുണ്ട്. നമുക്ക് അത് ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയല്ല വെക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് തുറക്കാൻ പറ്റത്തില്ല. കുറച്ച് മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന വെള്ളം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതെന്തായാലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലാബ് ഇവിടെ മാത്രമല്ല വെക്കുന്നത്, ഇവിടെ ചുറ്റായിട്ട് ഞാൻ വെക്കുന്നതായിരിക്കും ഒരു ഫാർം കംപ്ലീറ്റ് ആയതിനു ശേഷം. ഇനി നമ്മൾ അടുത്ത പരിപാടി ഇവിടെ ആയിട്ട് ഷുഗർ കെയിൻ വെച്ച് കൊടുക്കണം. ഓക്കെ, ഷുഗർ കെയിൻ എന്തായാലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഡീപ് സ്ലേറ്റിൻ്റെ ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫാർം ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്തായാലും കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് വെച്ച് കൊടുക്കണം. അതായത് ഈ ഷുഗർ കെയിൻ വെച്ചതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു പിസ്റ്റൺ എടുത്തിട്ട് ഈ ഒരു ബ്രിക്സിൻ്റെ മുകളിലായിട്ട് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലും ഇതുപോലെ നമുക്ക് കുറച്ച് ബ്ലോക്ക് അപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഈ ഒരു ഒബ്സർവർ ഇല്ലേ, ഈ ഒരു ഒബ്സർവർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇവിടെ വെച്ച് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടല്ല വെക്കേണ്ടത്, സോറി മറന്നു പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ആയിട്ട് ഡേർട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഒബ്സർവർ ഈ ഒരു ഷുഗർ കെയിനെ ഫേസ് ചെയ്തിട്ട് നിൽക്കും. എന്നിട്ട് ഇനി ബാക്കി മൊത്തം ഉള്ളത് റെഡ് സ്റ്റോൺ വർക്കാണ്. ഞാൻ ഈ ഒരു ഓട്ടോമാറ്റിക് ഫാർമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു സ്ഥലത്തൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫാർം ഉണ്ടാക്കിയാൽ നമുക്ക് അത്യാവശ്യം ലൂട്ട് ഇതിന്ന് കിട്ടത്തുള്ളൂ. ഞാനാണെങ്കിൽ ഈ ഒരു റെഡ് സ്റ്റോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പിസ്റ്റണിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു ഡീപ് സ്ലേറ്റിൻ്റെ ബ്രിക്സ് ഉണ്ടല്ലോ, അത് 2 ബ്ലോക്ക് ഹൈറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഈ ഒരു ഒബ്സർവറിന്ന് നേരെ കണക്ഷൻ എടുത്തിട്ട് ഈ ഒരു ബ്രിക്സിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ കൊണ്ടുപോയാൽ മതി. ഇനി എന്തായാലും നമുക്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു ഷുഗർ കെയിനെ നമുക്ക് വളർത്തി വലുതാക്കാം. ഓക്കെ, ഇനി എന്തായാലും വർക്ക് ആവേണ്ടതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫാർമ് നല്ല സെറ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഷുഗർ കെയിൻ്റെ ഓട്ടോമാറ്റിക് ഫാർമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പിസ്റ്റൺ വർക്കായാലും 1 or 2 സാധനങ്ങൾ ഇത് ഇവിടെ വീഴും. ഇതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അത് നേരെ നമ്മൾ ഹോപ്പർ വഴി ചെസ്റ്റിലേക്ക് വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇതുപോലെയാണ് നമ്മളെ ഫാർമിൻ്റെ വർക്കിംഗ്. ഇനെന്തായാലും ഗ്ലാസ് ഒക്കെ വെച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ഏകദേശം ഈ ഒരു ഷുഗർ കെയിൻ ഫാർം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ ഒബ്സർവർ എടുത്തിട്ട് ഞാൻ ഇത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് കുറച്ചും കൂടി ബ്ലോക്ക് കൂട്ടേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തിട്ട് ഇവിടെ വെച്ചത്. ഓക്കെ, നമുക്കിത് ഇവിടുന്ന് പൊളിച്ചിട്ട് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. അതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഞാൻ എന്തായാലും ഒബ്സർവർ എടുത്തിട്ട് സെൻട്രലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കാണാൻ ഒന്നും കൂടി സെറ്റാണ്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പറായിട്ട് ബാമ്പുവിൻ്റെതും കൂടി ചെയ്തെടുക്കണം. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ പൂച്ചക്കുട്ടിക്ക് ഇതുവരെ പേരിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേര് സെലക്ട് ചെയ്യണം. അതായത് നിങ്ങളിട്ട പേര് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടില്ല. ആ ഒരു പേരിൽ നിന്ന് ഏതാണോ ബെസ്റ്റ് ആ ഒരു പേര് സെലക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എനിക്ക് വീണ്ടും കൺഫ്യൂഷൻ അടിക്കുന്നു. അങ്ങനെ നമ്മളെ ബാമ്പു ഫാർമിൻ്റെയും പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഷുഗർ കെയിൻ ഫാർമില്ല, അതേ സെയിം സംഭവമാണ് ഇവിടെയും ചെയ്തു വെച്ചിട്ടുള്ളത്, അതേ മെക്കാനിസം. അപ്പോൾ ഇത് വർക്കായാൽ മതിയായിരുന്നു. എന്തായാലും വർക്കാവാണ്ടെന്ന് ഇരിക്കത്തില്ല. എന്തായാലും ഇപ്പം ഞാൻ ബാമ്പ് വെച്ച് കൊടുക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അത് പെട്ടെന്ന് വളരും. അപ്പം ഇപ്പം തന്നെ നമ്മൾ ഈ ഒരു ഫാർം വർക്കാവാൻ തുടങ്ങും. അതുകൊണ്ടാണ്. ഇനി എന്തായാലും കുറച്ച് സാൻഡ് എടുത്തിട്ട് ഉരുക്കിയിട്ട് നമുക്ക് ഇവിടെ മൊത്തത്തിൽ ഗ്ലാസ് വെച്ച് കൊടുക്കണം. അപ്പം ഈ ഒരു ഗ്ലാസും കൂടി വെച്ചാലേ നമ്മൾ ഈ ഒരു ഫാർം കംപ്ലീറ്റ് ആവൂ. അങ്ങനെ നമ്മൾ ഈ ഒരു ഓട്ടോമാറ്റിക് ഷുഗർ കെയിനും അതുപോലെ തന്നെ ബാമ്പുവിൻ്റെയും ഫാർം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ആയിട്ട് ഇപ്പോൾ ബ്ലോക്ക് ഗ്ലാസ് വെച്ചതിന് ശേഷം ആ ഒരു പ്രശ്നം അധികം ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബാമ്പു ഫാർമിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 19 ബാമ്പു ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഷുഗർ കെയിൻ ഫാർമിൽ നിന്നാണെങ്കിൽ ഏകദേശം 7 ഷുഗർ കെയിനും കിട്ടിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു ഷുഗർ കെയിൻ ഫാർമിൻ്റെയും ബാംബു ഫാർമിൻ്റെയും ടോപ്പ് ഭാഗമില്ലേ ഇവിടെയായിട്ട് ഞാൻ ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഷുഗർ കെയിനാണെങ്കിലും ബാംബുവിനാണെങ്കിലും ഡയറക്റ്റ് ഇവിടെ ഒരു വെളിച്ചത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.